സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരിക്കലും വിശുദ്ധ സഹായകമായി കൂടിയിരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന് മകത്ത് വിശുദ്ധരാത്രിയുടെ യാമങ്ങളിൽ ദൈവങ്ങളായ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തല്ലോ. ഈ നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും സമർത്ഥമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. രാവിലെ സംഗീത ദേഹത്തിനായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഐസക് ടി തോമസ് ആചാര്യനെ രാവിലെ ക്ഷണിക്കുന്നു. കർത്തദാസൻ തുടർന്ന് സംഗീത പ്രബോധനത്തിൽ നിന്നും നമ്മോട് ആമേൻ സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം ഒരു ഹിന്ദി പാട്ട് സിസ്റ്റർ ബെർസിമോള് പാടുന്നതായിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ പാരിസ്മയ പാസ്റ്ററേയും കുടുംബത്തിനും സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ സങ്കീർത്തനം, നമുക്ക് 34-ാം സങ്കീർത്തനം നമുക്ക് വായിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി 34-ാം സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ പിള്ള യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടിവെച്ചു. അപ്പങ്കിലേക്ക് നോക്ക്, പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടിവെക്കുന്നു. യഹോവ നല്ലവരെന്ന് രുചിച്ചറിവീൻ, അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളിൽ ഉരുവിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടവന്റെ ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടിവെച്ചു. ഹൃദയം നിറഞ്ഞവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടിവെക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പായിക്കുന്നവരെ രക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നല്ല സങ്കീർത്തനത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ ലഭിച്ച നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ സങ്കീർത്തനത്തിൽ നിന്നും അല്പസമയം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ഭാഗം എന്റെ സന്നിധിയിൽ കടന്നു വന്ന് 1-2 വാക്യത്തിൽ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം തിരുവചനം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ കാലം ദൈവം ഞങ്ങൾക്ക് നല്ലവനായിരുന്നു. വിശേഷാല് ഈ സങ്കീർത്തനത്തിൽ കാണുന്ന പോലെ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ വിടിവെക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പല പ്രശ്നങ്ങളും ഉണ്ടായി. ഞങ്ങളുടെ മൂത്ത മകന്റെ വൈഫ് ബിൻസി, അവള് ന്യൂസിലാൻഡിലേക്ക് കടന്നുപോയി. ആ ദൈവത്തിന്റെ കൃപയാൽ അവൾ അവിടുത്തെ ന്യൂസിലാൻഡിലെ രജിസ്ട്രേഷനിൽ പോകാൻ സഹായിച്ചു. അവർക്ക് നല്ല ജോലിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അവിടെ നമ്മുടെ റോസമ്മ മാത്യു ആന്റിയുടെ മരുമകനും മോളും ഒക്കെ ഇവിടെ ഉണ്ട്. ജെബിൻ ജേക്കബ് ഞങ്ങളുടെ മോന്റെ കൂടെ ഇളയമോന്റെ കൂടെ പഠിച്ചതാണ്. അവന് വളരെ സഹായമായി നല്ല ആത്മീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി അവിടെ പാസ്റ്റർക്ക് അറിയാം, ഷാജി പാസ്റ്ററുടെ കൂടെയാണ് അവിടെ ആരാധന കൂടുന്നത്. അതിനുള്ള കൂട്ടങ്ങളെല്ലാം ദൈവം ഒരുക്കി കൊടുത്തു. അതിനായിട്ട് സ്തോത്രം. നല്ല ജോലി ലഭിക്കണം, പ്രാർത്ഥിക്കണം. അവർക്ക് കുഞ്ഞുങ്ങൾ രണ്ടും നാട്ടിൽ അവിടെ വീട്ടിലാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച അവിടെ സഹോദരന്മാരുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. അന്നത്തെ ദിവസം രാവിലെ തന്നെ എല്ലാ കുഞ്ഞുങ്ങളും എല്ലാം ഒരുങ്ങി, അമ്മാമയും എല്ലാം ഒരുങ്ങി. എന്നാൽ അവിടുത്തെ ഇൻവെർട്ടർ പെട്ടെന്നൊരു പൊട്ടിപ്പോയി. അത് വലിയ പ്രയാസമായി. പുകയല്ല നിറഞ്ഞുവെങ്കിലും യാതൊരു അനർത്ഥങ്ങളും ഉണ്ടായില്ല. കുഞ്ഞുങ്ങളും അമ്മ അവരൊക്കെ വേറെ റൂമിലായിരുന്നു. അയൽവക്കക്കാരൊക്കെ പ്രിയപ്പെട്ടവർക്കെയും കടന്നു വന്നു. അതിന്റെ പ്രശ്നങ്ങളെല്ലാം ദൈവം വെടിവെച്ചു. ഒരു അനർത്ഥവും ഉണ്ടായില്ല. ദൈവത്തിന് സ്തോത്രം. ബുധനാഴ്ച ഞങ്ങൾ താമസിക്കുന്ന ഡൽഹിയിലെ ഞങ്ങളുടെ ഭവനം ഞങ്ങളുടെ പൈപ്പ് ലൈനാണ്. ഞങ്ങളുടെ ഗ്യാസിന്റെ പൈപ്പ് ഞങ്ങളുടെ ഒരു ഫാമിലി ഞങ്ങളുടെ കടന്നു വന്നു. അല്ല, ചായ അണത്താൻ തുടങ്ങി അടുപ്പത്ത് കത്തിച്ചു. പൈപ്പ് കത്തി, നല്ല തീ അവിടെ കത്തിയെങ്കിലും
അവിടെയും ഞങ്ങൾക്കും ഒന്നും അനർത്ഥമൊന്നും ഉണ്ടായില്ല. പിന്നെ പൈപ്പെല്ലാം മാറ്റി വേറെ കണക്ഷനൊക്കെ എടുത്തു. അങ്ങനെ അനർത്ഥങ്ങൾ ഉണ്ടായി. അതുപോലെ എൻ്റെ ജ്യേഷ്ഠന്റെ മോള് അവരും അവിടെ അപ്പറസിന്റെ അസുഖമായിട്ട് അവിടെ വയറ്റില് വളരെ പ്രയാസം ഉണ്ടായി, വളരെ പഴുപ്പൊക്കെ ഉണ്ടായെങ്കിലും വളരെ പ്രയാസത്തിലേക്ക് നീങ്ങേണ്ടതായിരുന്നെങ്കിലും ദൈവം അതിൽ നിന്നെല്ലാം പിടിവെച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, ഞങ്ങളെല്ലാം പിടിവെച്ചു, തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. തുടർന്ന് നമുക്ക് ചില നിമിഷങ്ങൾ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും നമുക്ക് ഇതിന്റെ ഏഴാമത്തെ വാക്യം, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടിവിക്കുന്നു. നന്ദിയോട് സ്തോത്രം. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടിവിക്കുന്നു. ചില നിമിഷങ്ങൾക്ക് വേണ്ടി നമുക്ക് അപ്പോസ്തലരുടെ പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരിക. അവിടെ പത്രോസിനെ നമുക്ക് എല്ലാവർക്കും നല്ലോണം അറിയാവുന്നതാണ്. ഈ സൂമിൽ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പല പ്രാവശ്യവും നമ്മുടെ ദൈവത്തിന് ശുശ്രൂഷിച്ചിട്ടുള്ളവരുമാണ്. എന്നെക്കാളും കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരാണ്. അതില് നമുക്ക് ഒരു ഭാഗം മാത്രം വായിച്ചുകൊണ്ട് 7-ാം വാക്യം, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി ആ അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കാമെന്ന് പറഞ്ഞ് അവനെ ഉണർത്തിച്ചു. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൈവത്തിന് ഇവിടെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് ആ കാലത്ത് നമുക്ക് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടിയെന്ന് നമുക്ക് 1-ാം വാക്യത്തിൽ വായിക്കുന്നു. തുടർന്ന് നമുക്ക് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവര് വാർ കൊണ്ട് കൊന്നതായിട്ടും അതിനുശേഷം പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടതായിട്ട് നമുക്ക് ആ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അവിടെ പെസഹയുടെ ദിവസമായിരുന്നുവെന്നും നമുക്ക് 4-ാം വാക്യത്തിലേക്ക് പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ അപ്പോൾ 4 സേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഒരു ദൈവഭക്തനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. 4 മിനിറ്റ്സും 16 പേരുടെ കൂട്ടത്തിൽ ഒരു ദൈവഭക്തനാണ്. അവിടെ ഒന്നും നമുക്ക് മാനുഷികമായ രീതിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതില് സഭ ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചിരുന്നപ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥന കഴിച്ചു പോകുന്നു നമുക്ക് കാണുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു സഭ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെ പ്രാർത്ഥിക്കുന്നുവോ ദൈവത്തിന്റെ മക്കൾ, അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ച സഭയുടെ മധ്യത്തിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. ഹെരോദാവ് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങിയായിരുന്നു. ഒരു ദൈവത്തിന്റെ ദാസൻ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും രാത്രിയിൽ അന്ന് ഉറക്കം വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഭക്തനായ ദൈവത്തിന്റെ പത്രോസ് നമുക്ക് അവിടെ ഇവിടെ നല്ല രാത്രി നല്ല സുഖകരമായി ഉറങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമാണ് പ്രിയ ദൈവദാസന് ഉറക്കം കൊടുത്തത്. അന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. പെട്ടെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുടെ മധ്യത്തിൽ ഒരു ദൈവത്തിന്റെ ദാസന് വേണ്ടി അവിടെ ഇറങ്ങി വന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ദൈവം അതിന്റെ പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി ആ അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ എഴുന്നേറ്റതായിട്ട് നമുക്ക് കാണാൻ അവൻ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണു. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. 1-ാം വാതിലും 2-ാം വാതിലും കടന്ന് അവൻ പുറത്തേക്ക് കടന്നു പോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇരുമ്പു ചങ്ങലയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തില് പല ചങ്ങലകളാലും പൊതച്ചു പിന്നാലെ വരിക എന്ന് പറഞ്ഞവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്ന് അറിയാതെ തന്റെ ഒരു ദർശനം കാണുന്നുവെന്ന് ദർശിച്ചു. 2-ാം കടന്ന് പട്ടണത്തിൽ ചെല്ലുന്നു. ഇരുമ്പ് വാതിൽക്കൽ എത്തി. ഇരുമ്പ് വാതിൽക്കൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും തുറക്കുവാൻ സാധിക്കാത്ത അനേക വാതിലുകൾ വരുമ്പോൾ സ്വതവേ ദൈവത്തിന് സ്തോത്രം ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു വന്നാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ദൈവത്തിന്റെ ഭക്തന്റെ ജീവിതത്തില് പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നപ്പോൾ ദൈവം അവിടെ ഇറങ്ങി വന്നു. ദൈവത്തിന് വേണ്ടി ദൈവം തന്റെ ഭക്തന് വേണ്ടി പ്രവർത്തിച്ചു. ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രഭാതത്തിൽ ഈ ആരാധന ദിവസം നമുക്ക് വേണ്ടി അടഞ്ഞു കിടക്കുന്ന ചില വഴികളും ചില വാതിലുകളും അല്ലെങ്കിൽ ശത്രു അടച്ചു വച്ചിരിക്കുന്ന എല്ലാ വാതിലുകളും തുറക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാത്ത പലതും ശത്രു നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ പ്രഭാതത്തിൽ
നമുക്ക് വേണ്ടി തുറക്കുന്ന ദൈവമുണ്ട്. 1-ാം വാതിലും 2-ാം വാതിലും തുറന്ന് ഇപ്പോൾ അവന് ഇരുമ്പ് വാതിലും താഴെ തുറന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉടനെ അവനെ വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. പത്രോസ് അടുത്ത വാക്യം പറയുമ്പോൾ പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവിന്റെ ദൂതൻ അവനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടിവെച്ചു വന്ന് താൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നുവെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഭക്തനായ ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അതായത് പത്രോസിനെ വിടുവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേ അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ 23-ാം അധ്യായത്തിൽ വേറൊരു നമുക്ക് കാണും. ആ അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ദൈവത്തിന്റെ 23-ാമത്തെ വാവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായാൽ കർത്താവിന് ദൂതൻ ഉടനെ അവനെ അടിച്ച് അവന് പ്രീതിക്ക് ഇരയായി പ്രാണനെ വിട്ടു. ഒരു ദൈവത്തിന്റെ ഭക്തന് ദൈവം പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിനെതിരായി പ്രവർത്തിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹെരോദാവിന് അവിടെ കൃമിക്ക് ഇരയായി തീർക്കാൻ സാധിച്ചു. നമ്മളൊന്നും ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എന്റെ പരിശുശ്രൂഷ നിർത്തുകയാണ്. സമയം കഴിയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ നീതിവാന്മാരുടെ തങ്ങളുടെ അസംഖ്യമാകുന്നു. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങി പ്രവർത്തിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് എല്ലാവരും നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. അനുഗ്രഹിക്കവും മനോഹരവുമായ നല്ലൊരു സംഗീതമാണ് രാവിലെ ദേവദാസനോട് കഥ തന്നല്ലോ. ആമേ. നല്ല ദൂതനായ കഥാവിന്റെ സ്തോത്രം ചെയ്താട്ടെ. മാത്രമല്ല കുടുംബത്തിലുണ്ടായ അനർത്ഥങ്ങളൊന്നും അപകടങ്ങളൊന്നും ഉണ്ടാകാതെ വണ്ണം സംരക്ഷിത ദൈവത്തോട് സ്തോത്രം. യഹോവ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ പിടിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്രയോ സന്ദർഭങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ജീവിതയാത്രയിൽ ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ പരിപാലനം വൻ അപകടങ്ങൾ സംഭവിക്കാവുന്ന മേഖലകളിൽ നിന്നും കർത്താവ് നമ്മെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്തല്ലോ. ദൈവത്തിന്റെ വിശ്വസത ഒരുപക്ഷെ ദൂതന്മാരെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ പദ്ധതിയും മനസ്സിലാക്കുവാൻ അനുഭവിപ്പാൻ യഹോവയെ മഹത്വം വെളിപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കിയ സ്നേഹത്തിനായി നന്ദിയോടെ സ്വാമതയാണ്. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാരുടെ യുദ്ധം പാളിമറിങ്ങനെ പിടിപ്പിക്കുന്നു. നല്ല സംഗീതത്തിനായി നന്ദി പറയുകയോ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹിന്ദി പാട്ടിന്റെ ചില വാടികൾ പാടുന്നതായിരിക്കും. मुझे भी शुद्ध किया उसके उसे भी गाऊंगा ये मेरे शुद्ध से मुझे भी शुद्ध किया उसके पवित्र उसे भी गाऊंगा महिमा हो प्रभु स्तुति की योग्य तू दिल के खींच से मुझे भी उबारा स्तुति करूंगा मैं जीवन भर तुझको धन्यवाद सदा गाऊंगा महिमा हो प्रभु स्तुति की योग्य तू दिल के खींच से मुझे भी उबारा स्तुति करूंगा मैं जीवन भर तुझको धन्यवाद सदा गाऊंगा के साथ भी गाऊंगा आगे की ओर लौट जाऊं करने दो के साथ भी गाऊंगा उसकी योग्यता में आगे की ओर लौट जाऊं करने दो महिमा तेरू स्तुति
ആമേൻ ആമേൻ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. രാവിലെ മനോഹരമായ ഗാനങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ എല്ലാവർക്കും ഒരിക്കലൂടെ ക്രിസ്തുയേശു